ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 3 ആണ് കേട്ടോ. മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ദ ചെയിൻ റൂൾ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് ആണെന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് പഠിച്ച് നിർത്തിയത് ദ ചെയിൻ റൂൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആയിരുന്നു. മൊഡ്യൂൾ 3ൽ നമ്മൾ 3 വേരിയബിൾസിൻ്റെ ചെയിൻ റൂളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ റൂൾ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. നോക്കിക്കേ, വരച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഡബ്ല്യു എന്ന് ഒമേഗ എന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം. സോ ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണ്. അപ്പോൾ 3 വേരിയബിൾസ് ആയിട്ട് ഞാൻ എക്സ് എടുക്കുന്നു, വൈ എടുക്കുന്നു, സെഡ് എടുക്കുന്നു. ഓക്കെ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയാം, ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ്. ഇത് നോക്കിക്കേ, ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്കും അത് എക്സിനെയും വൈനെയും സെഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആണല്ലോ. സോ ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണ്, എക്സ്, വൈ ആൻഡ് സെഡ്. ഇനി എക്സും വൈയും സെഡും, നമ്മുടെ എക്സ്, വൈ, അതുപോലെ തന്നെ സെഡ്, ഇത് മൂന്നും എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നിരിക്കട്ടെ, സിംഗിൾ വേരിയബിൾ ടി. അപ്പോൾ നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് 3 വേരിയബിൾ ഫംഗ്ഷനാണ്. ഇൻ ടേൺ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം? ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഡി ഡബ്ല്യു ബൈ ഡി ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രീ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ഡബ്ല്യു. ഓക്കെ, എത്ര വേരിയബിൾ ഫംഗ്ഷനാണിത്? 3 വേരിയബിൾ ഫംഗ്ഷൻ. ഏതൊക്കെ വേരിയബിൾസ് ആണ്? ഒന്ന് എക്സ്, സെക്കൻഡ് വൺ വൈ ആൻഡ് തേർഡ് വൺ ഈസ് സെഡ്. ഓക്കെ, ഇനി എക്സും വൈയും സെഡും ഫംഗ്ഷൻ ഓഫ് എന്താ? ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ടി ആണല്ലോ. ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ടി, ഇതും ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ടി. നമുക്കിനി എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ് വേണ്ടത്? ഈ ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഡബ്ല്യു നിന്ന് എവിടെ എത്തണം? ടിയിലെത്തണം. അപ്പോൾ ഡബ്ല്യു ഇന്ന് ടിയിലോട്ട് എത്താൻ നമുക്ക് 3 വഴികളുണ്ട് അല്ലേ? എക്സ് വഴി കയറി വരാം, വൈ വഴി കയറി വരാം, സെഡ് വഴി കയറി വരാം. ഓക്കെ, അപ്പോൾ 3 വഴികളുണ്ട്. ഈ 3 വഴികളും കൂടെ അങ്ങോട്ട് ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി ടി കിട്ടും. ഓക്കെ, ഇനി ആ വഴികൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഡബ്ല്യു അല്ലേ? ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ആയതുകൊണ്ട് ഈ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. കാരണം എന്താ? ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട്. ഓക്കെ, സോ ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്. എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇനി എക്സ് ആണെങ്കിലോ സിംഗിൾ വേരിയബിൾ ടീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ പാർഷ്യൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡി എക്സ് ബൈ ഡി ടി മതിയാകും. ഓക്കെ, ഇനി ഡബ്ല്യു ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് വൈ ആണല്ലേ? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ്. അതുപോലെ തന്നെ വൈ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി ടി. അതുപോലെ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സെഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. സെഡ് ടി എന്ന് പറയുന്ന സിംഗിൾ വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്കും ഡി സെഡ് ബൈ ഡി ടി ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പാത്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഈ 3 പാത്തും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി ടി കിട്ടും. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി നിങ്ങളൊന്ന് പറഞ്ഞേ. ഡി ഡബ്ല്യു ബൈ ഡി ടി, ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ആദ്യത്തെ പാത്ത് എന്ന് പറയുന്നത് ഏത് പാത്താ?
ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് വയ എക്സ് വഴി. ഓക്കെ, ഈ ഒരു എക്സ് വഴിയാണ് വരുന്നത്. അപ്പോൾ എക്സ് വഴി വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യണം? ഇതൊരു ഗേറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഗേറ്റ് തുറന്നു, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു സെക്കൻഡ് ഗേറ്റ് ഏതാ? ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി കുട്ടികളെ. ഇവിടെ കണ്ടോ, ഡോ ഡബ്ല്യു, ഇവിടെ ഡോ ടി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. നമുക്ക് വേണ്ട ഡോ ഡബ്ല്യു ബൈ ഡി ടി ആണ്. അപ്പോൾ ഇവിടെ ഡബ്ല്യു ആണ്, ഇവിടെ താഴെ ടി. ഇവിടെ എക്സ് ആണെങ്കിൽ മേളിലും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഇനി മൾട്ടിപ്പിൾ വേരിയബിൾസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രീ ഡയഗ്രാംസ് ജസ്റ്റ് സൈഡിലൊന്ന് വരച്ച് നോക്കിയിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. കുറേ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ തനിയെ അങ്ങ് അറിയാതെ അങ്ങ് വരും കേട്ടോ. ഈ ഫോമിലേക്ക് കാണാതെ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ പ്ലസ്. ഇനി അടുത്ത ഗേറ്റ് ഏതാണ്? അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു അല്ല, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി അല്ലേ? ഡി ഡബ്ല്യു വൈ ബൈ ഡി ടി വഴി നമുക്ക് എവിടെ എത്താൻ? ഡബ്ല്യുവിന് ടിയിലോട്ട് എത്താൻ പറ്റും. അതുപോലെ അടുത്ത് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി. ഇതാണ് എന്ത്? ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഡി ഡബ്ല്യു ബൈ ഡി ടി എടുത്തു? കാരണം ടി എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ആണ് കേട്ടോ. അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വേരിയബിൾസ് ടി എന്ന് പറയുന്ന സിംഗിൾ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി ടി എടുത്തത്. ടി ഇപ്പോൾ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ ടിക്ക് പുറമെ ഇപ്പോൾ വേറൊരു വേരിയബിൾ വരുവാണ്. സപ്പോസ് എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 വേരിയബിൾസ്, മോർ ദാൻ 1 വേരിയബിൾ വരുവാണ്. ഇപ്പോൾ യു ആൻഡ് വി വരുമ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇതുപോലെ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് വരുന്നുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ടി. സപ്പോസ് നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് ടിക്ക് പകരം വേറെ ഏതെങ്കിലും വേരിയബിൾസ് തന്നെന്ന് വരാം കേട്ടോ. അപ്പോൾ തീറ്റ എന്ന് ആയിരിക്കും ചിലപ്പോൾ കാണുക, ചിലപ്പോൾ ഫൈ എന്നായിരിക്കും കാണുക. അത് ഡിപ്പെൻസ്. എന്തായാലും ഒരു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ ആ സിംഗിൾ വേരിയബിളിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സിംഗിൾ വേരിയബിൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. നമുക്ക് 3 വേരിയബിൾസ് പഠിക്കാനുള്ളൂ കേട്ടോ. മോർ ദാൻ 3 വേരിയബിൾസ് ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് 3 വേരിയബിൾസ് മാത്രമേ മിസ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്. എക്സ് കോമ വൈ കോമ സെഡ് ആണ്. ഇൻ ടേൺ എക്സ് വൈ ആൻഡ് സെഡ്, എക്സും വൈയും സെഡ്. ഇത് ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ യുവും കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ വിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവത്തില്ല. നമുക്ക് ട്രീ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. അപ്പോൾ ഞാനിവിടെ എക്സ് എടുത്തു, വൈ എടുത്തു, അതുപോലെ തന്നെ ഇവിടെ സെഡ് എടുത്തേ. എക്സ് എടുത്തു, വൈ എടുത്തു, അതുപോലെ തന്നെ സെഡ് എടുത്തു. ഓക്കെ, സോ ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ഇനി എക്സും വൈയും സെഡും ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി. എക്സും വൈയും ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി എന്നിരിക്കട്ടെ. ഇതും യു വി, ഇതും യു വി ഡിപ്പെൻഡ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡോ ഡബ്ല്യു ബൈ ഡോ യുവും കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ വിയും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിത് നേരത്തെ പഠിച്ചതാണ്. 2 വേരിയബിൾസ് വന്നപ്പോൾ നമ്മൾ ഈ കേസ് പഠിച്ചത്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വേരിയബിളൂടെ വരുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളൂടെ എക്സ്ട്രാ വരുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡബ്ല്യുന്ന് എവിടെ എത്തണം? യുവിലും എത്തണം. ഡബ്ല്യുന്ന് എവിടെ എത്തണം? വിയിലും എത്തണം. അപ്പോൾ ഏത് വഴിയൊക്കെ വരാം? ഡബ്ല്യു ടു എക്സ് എന്ന് യുവിലോട്ട് എത്താം, ഡബ്ല്യുന്ന് വൈന്ന് യുവിലോട്ട് എത്താം, ഡബ്ല്യുന്ന് സെഡിന്ന് യുവിലോട്ട് എത്താം.
ആണല്ലോ. അതുപോലെ വിയിലോട്ട് എത്താനായിട്ടും 3 പാത്ത്സ് ആണ് അല്ലേ. ഡബ്ല്യൂന്ന് എക്സ് വഴി വിയിലെത്താം, ഡബ്ല്യൂന്ന് വൈ വഴി വിയിലെത്താം, ഡബ്ല്യൂന്ന് സെഡ് വഴി എവിടെ എത്താം, വിയിൽ എത്താം. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ അതിൻ്റെ ഫോർമുല എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ യു ഇതിൽ തന്നെ കാണിച്ചു തരാം. നോക്കിക്കേ, ഡബ്ല്യു ഇവിടെ എടുത്തല്ലേ, ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആയതുകൊണ്ട് ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആയിരിക്കും. എന്തായിരിക്കും? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറയുന്നത് ഡോ എക്സ് ബൈ ഡോ യു. ഓക്കെ. അതുപോലെ ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഇനി വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണേ, ഡോ വൈ ബൈ ഡോ യു. ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ആണ്. ഇവിടെ യു നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു നമ്മൾ പാർഷ്യലി എടുക്കുമ്പോൾ ഡോ സെഡ് ബൈ ഡോ യു. നമുക്കിത് എന്താ വേണ്ടത്? ഡോ ഡബ്ല്യു ബൈ ഡോ യു അല്ലേ വേണ്ടേ? ആണല്ലോ. സോ വി ഹാവ് ഡോ ഡബ്ല്യു ബൈ ഡോ യു വിച്ച് ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഡേ ഫസ്റ്റ് പാത്ത് കിടപ്പുണ്ട്, എക്സിലൂടെ നമുക്ക് യുവിലെത്താം അല്ലേ. അപ്പോൾ എക്സിലൂടെ നമുക്ക് യുവിലെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ഗേറ്റ് ഉണ്ട്. ഫസ്റ്റ് ഗേറ്റ് ഇത് കിടപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്യണം. സെക്കൻഡ് ഗേറ്റ് ഇത് കിടപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്താലേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? യുവിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞത്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ്, ഇത് മാത്രമാണോ? അല്ല, ഡബ്ല്യുവിന് വൈ വഴിയും യുവിലെത്താം. അപ്പോൾ ഏതൊക്കെ ഗേറ്റ് ഓപ്പൺ ചെയ്യണം? ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. ഇത് ഗേറ്റ് എന്നൊക്കെ മിസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഓക്കെ. പ്ലസ് ഇനി അടുത്ത ഏത് പാത്താണ്? ഡബ്ല്യുവിന് സെഡ് വഴി എവിടെ എത്താം? യുവിലെത്താം. പറഞ്ഞേ നിങ്ങൾ, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് അല്ലേ, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ദെൻ ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ യു. ഇതാണ് എന്ത്? ഡോ ഡബ്ല്യു ബൈ ഡോ യു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇതുപോലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡോ ഡബ്ല്യു ബൈ ഡോ വി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്, എക്സ് വൈ ആൻഡ് സെഡ് ആണല്ലോ. ആൻഡ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആണ്. അപ്പോൾ യു ആൻഡ് വി, അപ്പോൾ ഞാനിവിടെ യു എഴുതുന്നു, ഇവിടെ വി എഴുതുന്നു, ഇവിടെ യു, ഇവിടെ വി ആൻഡ് വി. നമുക്ക് എന്താ വേണ്ടേ? ഡോ ഡബ്ല്യു ബൈ ഡോ വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. ഡോ ഡബ്ല്യു ബൈ ഡോ വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് വിയിലോട്ട് എത്താനായിട്ട് എക്സ് വഴി വിയിലോട്ട് എത്താം, വൈ വഴി വിയിലോട്ട് എത്താം, സെഡ് വഴി നമുക്ക് എവിടെ എത്താം? വിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ എക്സ് വഴി എങ്ങനെ വിയിലെത്താം? എങ്ങനെ എത്താം? ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി പാർഷ്യലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡോ എക്സ് ബൈ ഡോ വി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗേറ്റ് ഏതാണ്? ആദ്യം ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു, എക്സിലോട്ട് വരുന്നു, എക്സിൽ നിന്ന് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബിയിലോട്ട് വരുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ്, ഇനി അടുത്ത് എന്താ? ഡബ്ല്യുന്ന് വൈയിലോട്ട് അല്ലേ, വൈയിലോട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ എഴുതാം ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു, എന്നിട്ട് നമുക്ക് വിയിലോട്ടല്ലേ വരേണ്ടത്, വൈ വഴി വിയിലോട്ട് വരുന്നത്. അപ്പോൾ വൈൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വി കണ്ടുപിടിക്കുക, ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ വി പ്ലസ്, ഇനി അടുത്ത് എന്താണ്? ഡബ്ല്യു എന്ന് വിയിലോട്ട് സെഡ് വഴി വരാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി. ഓക്കെ, ഡോ സെഡ് ബൈ ഡോ വി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡോ ഡബ്ല്യു ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ചെയിൻ റൂൾ ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ വേരിയബിൾസ് വന്നാൽ നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് ഡബ്ല്യു
is a function of 3 variables, but 3 variables x, y, z are the functions of single variable t ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡി ഡബ്ല്യു ബൈ ഡി ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് എക്സ്, വൈ ആൻഡ് സെഡ് ആണ്. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് യു ആൻഡ് വി ആണെന്നുണ്ടെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ യുവും ഡോ ഡബ്ല്യു ബൈ ഡോ വിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. എളുപ്പമല്ലേ കുട്ടികളെ? 2-3 തവണ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തറവാകും കേട്ടോ. ട്രീ ഡയഗ്രാം പോലും നമുക്ക് ആവശ്യം വരത്തില്ല, നമുക്ക് അങ്ങനെ തറവാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. If w equal to x plus 2y plus z square and x is equal to r by s, y equal to r square plus natural log s, z equal to 2r, find dou w by dou r and dou w by dou s. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ w എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന കേസിൽ w എന്ന് പറയുന്നത് എന്താണ്? w എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആണ് എന്ത്? w എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, w ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ. സോ നമുക്ക് എങ്ങനെ എഴുതാം? w ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ് എന്ന് എഴുതാം. പക്ഷേ എക്സ് ആണെങ്കിലോ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ അല്ലേ? ആർ ആൻഡ് എസ്. ഇവിടെയോ വൈ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് നാച്ചുറൽ ലോഗ് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെഡ് എന്ന് പറയുന്നത് 2r. അതായത് നമുക്ക് എന്ത് പറയാം? ഇൻറ്റേൺ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയബിൾസ് ആർ ആൻഡ് എസ്, അതായത് ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറയുന്നത്? ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറയും. നമ്മളിപ്പോൾ പഠിച്ചതാ. ആദ്യം നമ്മൾ ഡബ്ല്യു എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോ ഡബ്ല്യു ബൈ ആദ്യം എക്സിൽ വരുന്നു അല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിന് വിത്ത് റെസ്പെക്ട് ടു ഏത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു? ആർ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡോ ആർ പ്ലസ് എഗെയിൻ ഡോ ഡബ്ല്യു ബൈ വൈയിൽ വരുന്നു. ഡോ വൈ ഇൻറ്റു വൈനെ വിത്ത് റെസ്പെക്ട് ടു ആർ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആർ. കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല ആണല്ലോ. ഇനി ഇതെങ്ങനെ വന്നെന്നുള്ളത് മിസ് ആൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് ഓരോ വേരിയബിൾസും കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ഓരോ ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ തന്നേക്കുന്നത്? ഡബ്ല്യു ഈക്വൽ ടു ഓക്കെ ഗിവൺ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഡബ്ല്യു ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത് അല്ലേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് വാട്ട്? ഡബ്ല്യു. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യുവിൻ്റെ വാല്യൂ എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ. അകത്തോട്ട് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വാല്യൂ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്കും 1 ആണല്ലോ. ബാക്കി ടേംസ് എന്ന് പറയുന്നത് വൈയും സെഡും കോൺസ്റ്റൻ്റ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് അല്ലേ? ഇപ്പോൾ ബാക്കി ടേം എന്താണ്? 0 ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. നമുക്ക് വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കിട്ടി. നമുക്ക് എന്ത് വേണം? ഡോ എക്സ് ബൈ ഡോ ആർ വേണം. സോ വി ഹാവ് ഡോ എക്സ് ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താ? ആർ ബൈ എസ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ബൈ എസ് ആണല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആറ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 ബൈ എസ് ഞാൻ പുറത്തെടുത്ത് ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ. ഡോ ആർ ബൈ ഡോ ആറിൻ്റെ വാല്യൂ 1 അല്ലേ? 1 ഇൻറ്റു 1 ബൈ എസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1 ബൈ എസ് കിട്ടി ആണല്ലോ. ഇനി സെക്കൻഡ് ടേം നമുക്ക് നോക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സിൻ്റെ വാല്യൂ 0. ഡോ ബൈ ഡോ വൈ ഓഫ് 2yൻ്റെ വാല്യൂ എന്താണ്?
2 അല്ലേ, 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 ആയി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വരും, 2 ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് സ്ക്വയറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 ഇൻറ്റു 1 ദാറ്റ് ഇസ് 2. അടുത്ത് നമുക്കിനി എന്താ വേണ്ടത്, ഡോ വൈ ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ വൈ ബൈ ഡോ ആർ ദാറ്റ് ഇസ് ഡോ ബൈ ഡോ ആർ ഓഫ് വാട്ട് ഇസ് വൈ. വൈ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് നാച്ചുറൽ ലോഗ് എസ് ആണല്ലോ. ദെൻ തുടങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ, ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് എസ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ 0. സോ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 2r. അപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി എന്താ വേണ്ടത്, ഡോ ഒമേഗ ഡിവൈഡഡ് ബൈ ഡോ സെഡ് വേണം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡോ ഒമേഗ ഓർ ഡബ്ല്യു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് is equal to ഡോ ബൈ ഡോ ഇസഡ് ഓഫ് what is w, x plus 2y പ്ലസ് സെഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, എക്സും 2yയും കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണ്. ബാക്കി നമുക്ക് കിട്ടുന്ന ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സെഡ് സ്ക്വയർ ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്, 2z ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡോ സെഡ് ബൈ ഡോ ആർ ആണ് വേണ്ടത്. ഡോ സെഡ് ബൈ ഡോ ആർ കണ്ടുപിടിക്കാം. ഡോ ബൈ ഡോ ആർ ഓഫ് വട്ട് ഈസ് സെഡ്, സെഡിൻ്റെ വാല്യൂ നമുക്ക് 2r എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ 2 കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തെടുക്കാം. ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആറിൻ്റെ വാല്യൂ 1, 2 ഇൻറ്റു 1 ഈസ് 2. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമ്മുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡോ എക്സ് ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ വൈ ബൈ ഡോ ആറും ബാക്കി എല്ലാ ടേംസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ദാറ്റ് ഇസ് 1 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ എന്താ 1 ബൈ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അത് 2 ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ അത് 2r പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് 2z ആണ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആറിൻ്റെ വാല്യൂ നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ എന്ത് കിട്ടും, 1 ബൈ എസ് പ്ലസ് 4r പ്ലസ് 4z എന്നല്ലേ വന്നേക്കുന്നത്. നമ്മുടെ റിസൾട്ട് ആറിലും എസ്സിലും തന്നെ കിട്ടണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ആറിലും എസ്സിലും തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് സെഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. വാട്ട് ഈസ് സെഡ് എന്ന് പറയുന്നത് 2r ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടേ. നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ എസ് പ്ലസ് 4r പ്ലസ് 4 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ 2r ആണ്. ഇപ്പോൾ 4 ഇൻറ്റു 2r, അപ്പോൾ 4 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 8r ആണല്ലോ. അപ്പോൾ 8r പ്ലസ് 4r ചെയ്യുമ്പോൾ 12r. അപ്പോൾ എന്ത് കിട്ടും, 12r പ്ലസ് 1 ബൈ എസ് ആണ് നമ്മുടെ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ ഇൻറ്റു എക്സിന് വിത്ത് റെസ്പെക്ട് ടു എസ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക പ്ലസ് ഡോ ഡബ്ല്യു എവിടെ എത്തി, വൈയിലെത്തി ദെൻ ഡോ വൈ ബൈ എവിടെ എത്തി, എസ്സിലെത്തി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ് ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ എസും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഡോ എക്സ് ബൈ ഡോ എസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എസ് ഓഫ് വാട്ട് ഈസ് എക്സ് എന്ന് പറയുന്നത് ആർ ബൈ എസ് ആണല്ലോ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആർ കോൺസ്റ്റൻ്റ് ആണ്, ഡോ ബൈ ഡോ എസ് ഓഫ് 1 ബൈ എസ്. ഓക്കെ, അപ്പോൾ 1 ബൈ എസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എസ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ മൈനസ് ആർ ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് ആർ ബൈ എസ് സ്ക്വയർ. ഓക്കെ, ഇനി ഡോ വൈ ബൈ നമുക്കിനി വേണ്ട ഡോ വൈ ബൈ ഡോ എസ് ആണ്. ഡോ വൈ ബൈ ഡോ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എസ് ഓഫ് വാട്ട് ഈസ് വൈ
ആർ സ്ക്വയർ പ്ലസ് നാച്ചുറൽ ലോഗ് എസ് ആണ് ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ആറ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ എസ് ഓഫ് ആർ സ്ക്വയർ ചെയ്യുമ്പോൾ 0 വരും, പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് നാച്ചുറൽ ലോഗ് എസ്. അപ്പോൾ നാച്ചുറൽ ലോഗ് എസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/s ആണ്. ഓക്കെ, നമുക്കിനി എന്താ വേണ്ടേ? ഡോ ഇസെഡ് ബൈ ഡോ എസ് ആണ്. ഡോ ഇസെഡ് ബൈ ഡോ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എസ് ഓഫ് വാട്ട് ഈസ് സെഡ്. സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2r ആണ് ആണല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആറ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Okay, dou w by dou s which is equal to dou w by dou x. Dou w by dou x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഡോ എക്സ് ബൈ ഡോ എസ് നമുക്ക് എന്ത് കിട്ടി? മൈനസ് ആർ ബൈ എസ് സ്ക്വയർ ആണല്ലോ. പ്ലസ് അടുത്തത് എന്താ? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് നമുക്ക് എന്ത് കിട്ടി? 1/s ആണല്ലോ. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2z ആണ്. 2z ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എസിൻ്റെ വാല്യൂ 0. അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടുക? മൈനസ് ആർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2/s ആണല്ലോ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2/s. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കിക്കേ. ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് സ്പെസിഫൈഡ് പോയിന്റ്സ്. ഫൈൻഡ് ഡോ ഒമേഗ ബൈ ഡോ ആർ വെൻ r equal to 1, s equal to minus 1 if omega equal to x plus y plus z the whole square. Given x is equal to r minus s, y equal to cos r plus s, z equal to sin r plus s. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് സ്പെസിഫൈഡ് പോയിന്റ്സിലെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ ആർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് കേട്ടോ. അറ്റ് ആർ ഈക്വൽ ടു 1 ആൻഡ് എസ് ഈക്വൽ ടു -1 ആകുമ്പോൾ ഡോ ഒമേഗ ബൈ ഡോ ആറിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒമേഗ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആണല്ലേ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ഓർ ഡബ്ല്യു വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 വേരിയബിൾ ഫംഗ്ഷനാണ്. അതായത് എക്സ് 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതായത് എക്സ്, വൈ, അതുപോലെ തന്നെ സെഡ് ആണല്ലോ. ഇനി എക്സ് വൈ സെഡ് ഈ 3 വേരിയബിൾസും 2 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ആറിനെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ വാട്ട് ഇസ് ഡോ ഒമേഗ ബൈ ഡോ ആർ? അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഇസ് ഡോ ഒമേഗ ബൈ ഡോ ആർ? പറഞ്ഞേ നിങ്ങൾ. ഡോ നോക്കിക്കേ. ഡോ ഒമേഗ ബൈ ഡോ ആർ, അതായത് ഒമേഗയെ നമുക്ക് എവിടെ എത്തണം? ആറിൽ എത്തണം. അപ്പോൾ നമുക്ക് എക്സ് വഴി വരാം, വൈ വഴി വരാം, സെഡ് വഴി വരാം. അപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ഒമേഗ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഓരോ ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഡോ ഒമേഗ ബൈ ഡോ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ഡോ ഒമേഗ ബൈ ഡോ എക്സ്? നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ അല്ലേ. So which is equal to dou by dou x of what? X plus y plus z the whole square. പിന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. എക്സ് സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ?
2x. അതുപോലെ x പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇങ്ങനെ ഇവിടെ വരും കേട്ടോ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ്റെ കൂടെ വരും. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ് വരുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ചെയ്യുമ്പോൾ 0. ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് ചെയ്യുമ്പോൾ 0. അതായത് ഈ ടേം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 1 ആണ് കിട്ടുക. അതായത് റിസൾട്ട് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഓക്കെ, അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ഒമേഗ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടി 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഓക്കെ, ഇനി നമുക്ക് ഡോ ഒമേഗ ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ ഒമേഗ ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടത്തുള്ളൂ. സോ ഡോ ഒമേഗ ബൈ ഡോ വൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇങ്ങനെ വരും ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എന്താണ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സും സെഡും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ 1 കിട്ടും. 1 ഇൻറ്റു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണല്ലോ. അപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്തെഴുതാം ഡോ ഒമേഗ ബൈ ഡോ സെഡും എഴുതിക്കൂടെ. ഡോ ഒമേഗ ബൈ ഡോ സെഡും സെയിം തന്നെ ഡോ ഒമേഗ ബൈ ഡോ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ഇത് ഇടയിലുള്ള ടേംസ്, അതായത് ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ ആർ, ഡോ ഇസെഡ് ബൈ ഡോ ആർ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താണ് ആർ മൈനസ് എസ് ആണല്ലോ. അപ്പോൾ ഇത് അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 മൈനസ് ഡോ ബൈ ഡോ ആർ ഓഫ് എസ് ചെയ്യുമ്പോൾ 0 ആണല്ലോ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി ഡോ വൈ ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ ഓഫ് വൈ. വാട്ട് ഈസ് വൈ? കോസ് ആർ പ്ലസ് എസ് ആണല്ലോ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ ആർ പ്ലസ് എസ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ പ്ലസ് എസ്. ഇങ്ങനെ വരുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ പ്ലസ് എസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ 1, ഡോ ബൈ ഡോ ആർ ഓഫ് എസ് ചെയ്യുമ്പോൾ 0. നമുക്ക് എന്താ കിട്ടുക നേരം ഇവിടെ മൈനസ് സൈൻ ആർ പ്ലസ് എസ് ഇൻറ്റു 1 ദാറ്റ് ഈസ് മൈനസ് സൈൻ ഓഫ് ആർ പ്ലസ് എസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ ഡോ ഇസെഡ് ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ ഇസെഡ് ബൈ ഡോ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡോ സെഡ് ബൈ ഡോ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ ഓഫ് സെഡ്. സെഡിൻ്റെ വാല്യൂ എന്താണ് കുട്ടികളെ? സെഡിൻ്റെ വാല്യൂ എന്താണ് സൈൻ ആർ പ്ലസ് എസ് ആണല്ലോ. സൈൻ ആർ പ്ലസ് എസ്. അപ്പോൾ സൈൻ ആർ പ്ലസ് എസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കോസ് ആർ പ്ലസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ പ്ലസ് എസ് ആണല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ പ്ലസ് എസിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. ബിക്കോസ് ഡോ ബൈ ഡോ ആർ ഓഫ് ആറിൻ്റെ വാല്യൂ 1, ഡോ ബൈ ഡോ ആർ ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ആൻസർ കോസ് ആർ പ്ലസ് എസ് ഇൻറ്റു 1 ദാറ്റ് ഈസ് കോസ് ആർ പ്ലസ് എസ്. കിട്ടിയില്ലേ? അപ്പോൾ വാല്യൂസ് എല്ലാം ആയിട്ടുണ്ട്. അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞേ. സോ നോക്കിക്കേ, നമുക്ക് എന്താ വേണ്ടത് ഡോ ഒമേഗ ബൈ ഡോ ആർ. ഡബ്ല്യൂയും ഒമേഗയും മാറി മാറി വരുന്നത് കേട്ടോ, സോറി. ഇപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ ഡോ ഒമേഗ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആറിൻ്റെ വാല്യൂ എന്താണ് കുട്ടികളെ 1
പ്ലസ് അടുത്ത് എന്താ ഡോ ഒമേഗ ബൈ ഡോ വൈ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ വാല്യൂ എന്താ മൈനസ് സൈൻ ആർ പ്ലസ് എസ്. ഓക്കെ, അടുത്ത് പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ സെഡ് അതെന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് കോസ് ആർ പ്ലസ് എസ്. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാ ടേംസിലും നമുക്ക് എന്തുണ്ട്, ഒരു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഉണ്ട് അല്ലേ. അങ്ങ് കോമൺ എടുക്കാം നമുക്ക്. 2 ഇൻറ്റു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ബാക്കി നമുക്കിവിടെ എന്താ വരുന്നത്, ഫസ്റ്റ് ടേമിൽ 1, സെക്കൻഡ് ടേമിൽ ഒരു മൈനസ് കിടപ്പുണ്ടേ. അപ്പം മൈനസ് സൈൻ ആർ പ്ലസ് എസ്. തേർഡ് ടേമിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് നമ്മൾ പുറത്തെടുത്തു. ബാക്കിയുള്ളത് കോസ് ആർ പ്ലസ് എസ്, കോസ് ആർ പ്ലസ് എസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് എക്സ്, എന്താണ് വൈ, എന്താണ് സെഡ് എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അറ്റ് ആർ ഈക്വൽ ടു 1 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -1 ഡോ ഒമേഗ ബൈ ഡോ ആറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ് വൈ സെഡിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എക്സും വൈയും സെഡും നമുക്ക് ഏതിലോട്ട് മാറ്റണം, ആറിൻ്റെയും എസിൻ്റെ ടേംസിലോട്ട് മാറ്റണം. അപ്പോൾ 2 ഇൻറ്റു വാട്ട് ഈസ് എക്സ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആർ മൈനസ് എസ് ആണല്ലോ. പ്ലസ് വാട്ട് ഈസ് വൈ, കോസ് ആർ പ്ലസ് എസ്. വാട്ട് ഈസ് സെഡ്, സൈൻ ആർ പ്ലസ് എസ് ഇൻറ്റു ഇത് എഴുതുവാണേ 1 മൈനസ് സൈൻ ആർ പ്ലസ് എസ് പ്ലസ് കോസ് ആർ പ്ലസ് എസ്. ഇങ്ങനെ വരുന്നത്. ഇനി ആറിന് 1ഉം എസിന് -1ഉം കൊടുത്ത് നിങ്ങൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും, ആൻസർ എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വേണ്ടേ, ഡോ ഒമേഗ ബൈ ഡോ ആർ, ഡോ ഒമേഗ ബൈ ഡോ ആർ ആർ ഈക്വൽ ടു 1 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -1. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 1 ആണ്, എസിൻ്റെ വാല്യൂ -1. അപ്പോൾ മൈനസ് ഓഫ് -1 പ്ലസ് കോസ് ആർ പ്ലസ് എസ്, അതായത് കോസ് 1 -1 അപ്പോൾ കോസ് 0 പ്ലസ് സൈൻ ആർ പ്ലസ് എസ് 1 -1 അപ്പോൾ സൈൻ 0. അപ്പോൾ അതിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻറ്റു 1 മൈനസ് സൈൻ ആർ പ്ലസ് എസ് സൈൻ 0, അടുത്ത് പ്ലസ് കോസ് ആർ പ്ലസ് എസ് കോസ് 0. ഓക്കെ, ദെൻ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ, നിങ്ങൾ വേഗം പറഞ്ഞേ. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 1 മൈനസ് ഓഫ് -1 എന്ത് കിട്ടും, 2 അല്ലേ. 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, അപ്പോൾ 1 + 1 ദാറ്റ് ഈസ് 2 പ്ലസ് കോസ് 0ൻ്റെ വാല്യൂ എന്താണ്, കോസ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, നമുക്കതറിയാം ആണല്ലോ. സൈൻ 0ൻ്റെ വാല്യൂ എന്താ, 0. ഓക്കെ, ഇൻറ്റു അടുത്തിവിടെ എന്താ കിടക്കുന്നത്, 1 മൈനസ് സൈൻ 0ൻ്റെ വാല്യൂ 0, കോസ് 0ൻ്റെ വാല്യൂ 1 ആണല്ലോ. അപ്പോൾ 2 + 1 3, 3 ഇൻറ്റു 2 6 ഇൻറ്റു 1 + 1 2, 6 ഇൻറ്റു 2 12. നമ്മുടെ ആൻസർ എന്ത് കിട്ടി, 12 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ജസ്റ്റ് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും പോയിന്റ്സ് വന്നേക്കാം, ആ പോയിന്റ്സിൽ എന്താണ് വാല്യൂ എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ഓക്കെ, മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x² + y² + z² and x is equal to cos theta, y equal to sin theta, z equal to tan theta. Find the omega by dou theta at theta equal to pi/4. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എക്സും വൈയും സെഡും ഇവിടെ കിടപ്പുണ്ട്. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഓഫ് തീറ്റയാണ്. തീറ്റ അതായത് ഡബ്ല്യു ഉണ്ട്,
W is a function of x, y and z ആണെങ്കിൽ x, y അതുപോലെ തന്നെ z ഇത് മൂന്ന് ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഡോ ഒമേഗ ബൈ ഡോ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ ഫോർമുല? ഡോ ഒമേഗ ബൈ ഡോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡോ ഒമേഗ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ. ഇവിടെ ഡോ എക്സ് അല്ല ഡി എക്സ് ആണ്. ക്വസ്റ്റനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഡോ ഒമേഗ ബൈ ഡോ തീറ്റ അല്ല, ആക്ച്വലി ഡി ഒമേഗ ബൈ ഡി തീറ്റയാണ് കേട്ടോ. നിങ്ങളത് കറക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻഡ് ഡി ഒമേഗ ബൈ ഡി തീറ്റ. കാരണം ഒമേഗ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് വൈ സെഡ് ആണെങ്കിലും എക്സ് വൈ സെഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിംഗിൾ വേരിയബിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ഡി ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ഒമേഗ ബൈ ഡി തീറ്റയാണ് വേണ്ടത്. അപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി തീറ്റ. ഓക്കെ, ക്ലിയർ? നമുക്ക് ഓരോ വാല്യൂസ് കണ്ടെത്താം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് ടേം നമുക്ക് എന്താ വേണ്ടേ? ഡോ ഒമേഗ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ്, സോ വാട്ട് ഈസ് ഒമേഗ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതല്ലേ നമുക്കറിയാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് റൂട്ട് എക്സ് എന്താ? 1/2 റൂട്ട് എക്സ് ആണല്ലോ. റൂട്ട് എക്സിന് പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആദ്യം നമ്മൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറയുന്നത് 1/2 ഇൻറ്റു റൂട്ടിനകത്തുള്ള അതുപോലെ എഴുതുക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ റൂട്ടിനകത്തുള്ള ഫംഗ്ഷൻ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x ആണ് കിട്ടുന്നത്. കാരണം വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആകും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x ആണല്ലോ. അപ്പോൾ 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ 2 ക്യാൻസലായി പോവേ. ബാക്കി നമുക്ക് എന്താ കിട്ടുക? എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്? ഡോ ഒമേഗ ബൈ ഡോ എക്സ് ആണ് മിസ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതുപോലെ ഡോ ഒമേഗ ബൈ ഡോ വൈയും ഡോ ഒമേഗ ബൈ ഡോ സെഡ് നമുക്ക് സിമിലർലി ഇട്ട് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിമിലർലി ഇട്ട് എഴുതിയാലും മതിയേ. കാരണം നമുക്ക് റിസൾട്ടിനകത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ഡോ ഒമേഗ ബൈ ഡോ വൈ ഈക്വൽ ടു സിമിലർലി ഇട്ട് വേണമെങ്കിൽ എഴുതിക്കോ. സിമിലർലി ഇവിടെ എക്സ് അല്ലേ? ഡോ ഒമേഗ ബൈ ഡോ എക്സ് വന്നപ്പോൾ ഇവിടെ എക്സ് ആണ് വന്നത്. ഇവിടെ അതിന് പകരം വൈ വരും. വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതുപോലെ തന്നെ ഡോ ഒമേഗ ബൈ ഡോ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ അത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. നമുക്കിനി വേണ്ടതിന് ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ, ഡി സെഡ് ബൈ ഡി തീറ്റ അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, dx by d theta is equal to d by d theta of x. x ന്റെ വാല്യൂ എന്താണ്? cos theta. cos theta ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ. ഇനി dy
by d theta is equal to d by d theta of y. Y ന്റെ വാല്യൂ എന്താ? സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. ഇനി അടുത്തത് d by d theta of z അല്ലേ? dz by d theta which is equal to d by d theta of z. z ന്റെ വാല്യൂ എന്താണ്? tan theta. tan തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? sec square theta. sec square theta. നമുക്ക് എല്ലാ ഡെറിവേറ്റീവ്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dou omega by dou theta which is equal to എന്താ? dou omega by dou x. വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? x by square root of x square plus y square plus z square into എന്താണ്? dx by d theta എന്ത് കിട്ടും? മൈനസ് സൈൻ തീറ്റ പ്ലസ് അടുത്ത് എന്താണ്? ഡോ ഒമേഗ ബൈ ഡോ വൈ. അതിൻ്റെ വാല്യൂ എന്താ? y ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡി വൈ ബൈ ഡി തീറ്റ. അതിൻ്റെ വാല്യൂ കോസ് തീറ്റ പ്ലസ് എന്താ? ഡോ ഒമേഗ ബൈ ഡോ സെഡ്. അതിൻ്റെ വാല്യൂ എന്താ? സെഡ് ഡിവൈഡഡ് ബൈ square root of x square plus y square plus z square into dou z by dou theta. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് sec square theta എന്നാണ് കിട്ടിയേക്കുന്നത്. എല്ലാ ടേംസിലും എന്തുണ്ട്? 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ കോമൺ ആണ് അല്ലേ? ഇവിടെയുണ്ട്, ഇത് ഇവിടെയും കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. അതിനങ്ങ് പുറത്തെടുക്കാം നമുക്ക്. 1 divided by square root of x square plus y square plus z square into minus ഇവിടെ എന്ത് വരും? മൈനസ് എക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൈ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സെഡ് ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ ആണല്ലോ. ഇങ്ങനെയല്ലേ വരുന്നത്? ഇനി നമുക്ക് എന്താ വേണ്ടത്? അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4ലാണ് നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാവേ. എക്സിനും വൈക്കും സെഡിനും ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട് ഈസ് എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? കോസ് തീറ്റ. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വാട്ട് ഈസ് വൈ സൈൻ തീറ്റ. ഇവിടെ വൈ സ്ക്വയർ ആയതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സെഡിൻ്റെ വാല്യൂ ടാൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ സെഡ് സ്ക്വയർ ആയതുകൊണ്ട് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു മൈനസ് വാട്ട് ഈസ് എക്സ് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് വൈൻ്റെ വാല്യൂ എന്താണ്? സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് വാട്ട് ഈസ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ. ഇങ്ങനെയല്ലേ വരുന്നത്? ഇവിടെ നോക്കിക്കേ, മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റയും പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് ടാൻ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ ടാൻ തീറ്റ സിക്സ് സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇങ്ങനെയാണ് വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ 1 ആണ് നമുക്കറിയാം പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ? സീക്ക് സ്ക്വയർ തീറ്റ ആണല്ലോ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ. സ്ക്വയർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ് ആണല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടാൻ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സീക്ക് തീറ്റ.
ഇവിടെ ഒരു സീക്ക് തീറ്റ ഉണ്ട്, ഇവിടെ നിന്ന് ഒരു സീക്ക് തീറ്റ പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് ടാൻ തീറ്റ സീക്ക് തീറ്റ ആണല്ലോ. നമുക്ക് എന്താ വേണ്ടത്? അറ്റ് തീറ്റ ഈക്വൽ ടു π/4 നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ π/4 ഇൻറ്റു സീക്ക് π/4. ടാൻ π/4ൻ്റെ വാല്യൂ 1 ആണ്. സീക്ക് π/4ൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ കുട്ടികളെ നിങ്ങൾക്ക്? അതിൻ്റെ വാല്യൂ √2 ആണ് കേട്ടോ. √2. നമുക്ക് എന്ത് കിട്ടി? 1 ഇൻറ്റു √2, ആൻസർ √2. നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്? √2. ഓക്കെ, ചെയ്യുമല്ലോ എക്സാമിന് വന്നാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ഒമേഗ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ സെഡ് വെയർ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, സെഡ് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒമേഗ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ്. പക്ഷേ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ ഒമേഗ ബൈ ഡോ യുവും ഡോ ഒമേഗ ബൈ ഡോ വിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താ? ഒമേഗ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. എന്നാൽ ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഈ ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് യു ആൻഡ് വി. യുവിനെ വിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എക്സ് വൈ ആൻഡ് സെഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോ ഒമേഗ ബൈ ഡോ യുവും ഡോ ഒമേഗ ബൈ ഡോ വിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ആദ്യം ഡോ ഒമേഗ ബൈ ഡോ യു വരാം. അപ്പോൾ ഡോ omega by dou u which is equal to dou omega by dou x into dou x by dou u plus dou omega by dou y into dou y by dou u plus dou omega by dou z into dou z by dou u അല്ലേ. ഇങ്ങനെയാണല്ലോ ഡോ ഒമേഗ ബൈ ഡോ യു വരുന്നത് അല്ലേ. ഒമേഗയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ യുവിൽ എൻഡ് ചെയ്തു. ഒമേഗയിൽ നിന്ന് എക്സിലെത്തി, എക്സിൽ നിന്ന് യുവിലെത്തി. ഒമേഗയിൽ നിന്ന് വൈയിലെത്തി, വൈയിൽ നിന്ന് യുവിലെത്തി. ഒമേഗയിൽ നിന്ന് സെഡിലെത്തി, സെഡിൽ നിന്ന് യുവിലെത്തി. ഓക്കെ, ഇനിയെന്താ? ഇനി ഓരോ ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കിക്കേ. ഡോ omega by dou x which is equal to dou by dou x of ഒമേഗയുടെ വാല്യൂ എന്താ? ഇ റൈസ് ടു എക്സ് വൈ സെഡ് അല്ലേ. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ടേം തന്നെ, ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് ചെയ്യുമ്പോൾ ഇവിടെ വൈ സെഡ് കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ പുറത്തെടുക്കാം. ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് അങ്ങനെ എഴുതിക്കൂടെ. ഡോ എക്സ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു വൈ സെഡ്. ഓക്കെ, അതുപോലെ ഡോ ഒമേഗ ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റൈസ് ടു എക്സ് വൈ സെഡ് which is equal to e raised to xyz into dou by dou y of xyz which is equal to എന്ത് കിട്ടും? ഡോ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എക്സും സെഡും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാതെ. അന്നേരം നമുക്ക് എന്താ കിട്ടുക? ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു എക്സ് സെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ ഡോ ഒമേഗ ബൈ ഡോ സെഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. dou omega by dou z which is equal to dou by dou z of e raised to xyz which is equal to e raised to xyz into dou by dou z of xyz ആണല്ലോ. which is equal to e raised to xyz into with respect to z ചെയ്യുമ്പോഴത്തേക്കും എക്സും വൈയും കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നു. എക്സ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടി? ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്കിനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഡോ എക്സ് ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ യു, ഡോ സെഡ് ബൈ ഡോ യു കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യും. ഡോ സെഡ് ബൈ ഡോ സെഡ് അല്ല, ഡോ എക്സ് ബൈ ഡോ യു
is equal to dou by dou u of x ന്റെ വാല്യൂ എന്താ 3u plus v അല്ലേ with respect to u ചെയ്യുമ്പോൾ v കോൺസ്റ്റന്റ് അല്ലേ is equal to dou by dou u of 3u plus dou by dou u of v ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത് അതുകൊണ്ട് മിസ് എഴുതുന്നില്ല dou by dou u of 3u ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 കോൺസ്റ്റന്റ് ആണ് dou u by dou u ന്റെ വാല്യൂ 1 നമുക്ക് എന്ത് കിട്ടും 3 into 1 that is 3 ഇനി dou y by dou u which is equal to dou by dou u of what is y 3u minus v which is equal to dou by dou u of എന്ത് വരും v കോൺസ്റ്റന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല അത് 0 ആയി പോകും അപ്പോൾ dou by dou u of 3u മൈനസ് dou v by dou u എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുക which is equal to 3u ന്റെ ഡെറിവേറ്റീവ് എന്താ 3 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു dou u by dou u ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടും 3 into 1 3 തന്നെ മൈനസ് dou v by dou u ചെയ്യുമ്പോൾ 0 ആണ് സോ ആൻസർ ഈസ് അഗൈൻ 3 ഇനി എന്താ dou z by dou u so which is equal to dou by dou u of z ന്റെ വാല്യൂ എന്ന് പറയുന്നത് u square v which is equal to ഇവിടെ v കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കാം u square ന്റെ ഡെറിവേറ്റീവ് എന്താണ് 2u നമുക്ക് എന്ത് കിട്ടി 2uv ഓക്കെ നമുക്കിനി എന്താ വേണ്ടത് dou omega by dou u which is equal to dou omega by dou x ന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത് e raised to xyz into xz into dou x by dou u ന്റെ വാല്യൂ 3 പ്ലസ് അടുത്ത dou omega by dou y ന്റെ വാല്യൂ എന്താ e raised to xyz into ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് dou omega by dou u is equal to e raised to xyz into dou omega by dou x ചെയ്യുമ്പോൾ ഇവിടെ xz അല്ല yz ആണ് y ഓക്കെ ഇവിടെ xz into dou y by dou u ചെയ്യുമ്പോൾ 3 പ്ലസ് dou omega by dou z എന്ന് പറയുന്നത് എന്താ e raised to xyz into xy into dou z by dou u അതായത് 2uv അതായത് നമുക്ക് കിട്ടിയ ടേംസ് എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി ഓക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടായി സോ വിച്ച് ഈസ് ഈക്വൽ ടു എല്ലാ ടേമിലും ഒരു e raised to xyz ഉണ്ട് അല്ലേ അപ്പോൾ പുറത്തെടുക്കാം e raised to xyz into 3yz plus 3xz plus 2uv xy 2uv into xy ഇങ്ങനെ കിട്ടുന്നത് ആണല്ലോ ഇനി xyz എന്താണെന്നുള്ളത് നമുക്ക് അറിയാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളവിടെ വെച്ചാൽ മതിയാവും ടെക്സ്റ്റ് ബുക്കിനകത്ത് ജസ്റ്റ് ഇത്രയും മാത്രം കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് പക്ഷെ നമുക്ക് യുവിലായതുകൊണ്ട് യുവിലും വിയിലും റിസൾട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ e raised to xyz അപ്പോൾ e raised to xൻ്റെ വാല്യൂ 3u plus v into 3u minus v into u square v into 3yz 3 into 3u minus v into u square v plus 3xz 3 into 3u plus v into u square v plus xy plus 2uv xy അപ്പോൾ 2uv what is xy x എന്ന് പറയുന്നത് 3u plus v y എന്ന് പറയുന്നത് 3u minus v ഇതാണ് നമ്മുടെ ആൻസർ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടും ഓക്കെ അല്ലേ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടേ ഡോ ഒമേഗ ബൈ ഡോ വി കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ നമുക്കിനി വേണ്ട എന്താ ഡോ ഒമേഗ ബൈ ഡോ വി ഇസ് ഈക്വൽ ടു ഫോർമുല എന്താ ഡോ ഒമേഗ ബൈ ഡോ വിൻ്റെ ഫോർമുല ഡോ ഒമേഗ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി ആണല്ലോ അതിൽ ഈ 3 ടേംസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി വേണ്ടത് ഡോ എക്സ് ബൈ ഡോ വി വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ
v of x. Xന്റെ വാല്യൂ എന്താണ്? 3u plus v ആണല്ലോ. 3u plus v. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, വിത്ത് റെസ്പെക്ട് ടു വി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്. 3യുവിൻ്റെ ഡെറിവേറ്റീവ് 0, വിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ ഡോ വൈ ബൈ ഡോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ഓഫ് വൈ 3u മൈനസ് വി വിച്ച് ഈസ് ഈക്വൽ ടു 3യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വി എടുക്കുമ്പോൾ 0, വിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ആണ്. ഇവിടെ മൈനസ് വി ആയതുകൊണ്ട് -1. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഡോ സെഡ് ബൈ ഡോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ഓഫ് സെഡ്. സെഡിൻ്റെ വാല്യൂ എന്താണ്? യു സ്ക്വയർ വി ആണല്ലോ. യു സ്ക്വയർ വി വിച്ച് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ യുവിനെ പുറത്തെടുത്ത് യു സ്ക്വയർ ഇൻറ്റു ഡോ വി ബൈ ഡോ വി ഇങ്ങനെ വരുന്നത്. ഡോ വി ബൈ ഡോ വി, ഡോ വി ബൈ ഡോ വിയുടെ വാല്യൂ 1 ആണ്. യു സ്ക്വയറിൻ്റെ 1, ദാറ്റ് ഈസ് യു സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ റെഡി. നമുക്ക് എന്താ വേണ്ടേ? ഡോ ഒമേഗ ബൈ ഡോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ഒമേഗ ബൈ ഡോ എക്സ്. എന്താണ്? ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു വൈ സെഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി 1 പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു എക്സ് സെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു -1 പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ സെഡ് ഇൻറ്റു എക്സ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി യു സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ റൈസ് ടു എക്സ് വൈ സെഡ് കോമൺ എടുക്കാം. എക്സ് വൈ സെഡ് ഇൻറ്റു എടുത്താൽ ബാക്കി കിട്ടുന്ന വൈ സെഡ്, ഇവിടെ മൈനസ് ഉണ്ടല്ലേ, നമുക്ക് മൈനസ് കൊടുക്കാം. മൈനസ് എക്സ് സെഡ് പ്ലസ് എക്സ് വൈ. ഇതാണ് എക്സ് വൈ, ഒരു യു സ്ക്വയർ കൂടെ ഉണ്ട്, യു സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് എക്സ് വൈ സെഡിന് യുവിലും വിയിലുള്ള വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു 3u പ്ലസ് വി ഇൻറ്റു 3u മൈനസ് വി. സെഡിൻ്റെ വാല്യൂ എന്താണ്? യു സ്ക്വയർ വി ഇൻറ്റു വൈ സെഡ് that is 3u minus v into u square v minus 3u plus v into u square v plus 3u minus v into 3u plus v into u square. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഡോ ഒമേഗ ബൈ ഡോ വി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മിസ് ചെയ്ത് തരത്തില്ല. ഒമേഗ ഈക്വൽ ടു 4x² പ്ലസ് 4y² പ്ലസ് z² വേർ എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു റോ കോസ് വൈ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡോ ഒമേഗ ബൈ ഡോ റോ, ഡോ ഒമേഗ ബൈ ഡോ തീറ്റ, ഡോ ഒമേഗ ബൈ ഡോ ഫൈ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വെച്ച് പറഞ്ഞു തരാം. ഡോ ഒമേഗ ബൈ ഡോ റോ എന്ന് പറയുന്നത് 6 റോ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് 2 റോയാണ്. അതുപോലെ ഡോ ഒമേഗ ബൈ ഡോ ഫൈ, ഡോ ഒമേഗ ബൈ ഡോ ഫൈ എന്ന് പറയുന്നത് 6 ഈക്വൽ ടു 6 റോ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ. അതുപോലെ ഡോ ഒമേഗ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ടെലിഗ്രാം ചാനൽ സോൾവ് ചെയ്തിട്ട് ടെലിഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും, ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെയ്തു നോക്കുക. ഇപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, സോ
മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്. നല്ലതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.